ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ടാരോട്ട് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏഞ്ചൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ഓക്കെയാണ്. പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് യാതൊരു വിധത്തിലും റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ വിട്ട് കളഞ്ഞേക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോയാലോ? അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ ഈ ഒരു കാർഡിലൂടെ ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ കപ്പുകൾ നിങ്ങൾ നിറയ്ക്കുന്നത്, അതായത് നിങ്ങളുടെ കപ്പുകൾ നിറയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റുള്ളവരുടെ കപ്പുകൾ നിറയ്ക്കുന്നത് നിർത്താനാണ് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത്. അതായത് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം മാത്രം മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ ചിലരെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓടി നടക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവരൊരു ത്യാഗിയാണ്, അല്ലേ? അപ്പോൾ ആളുകൾ പറയും, കണ്ടോ, സ്വന്തം കാര്യം പോലും മറന്ന് മറ്റുള്ളവരുടെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക, എല്ലാ തരത്തിലും സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾ. അങ്ങനെയായിരിക്കും ആളുകളെക്കുറിച്ച് അവരെ പറയുന്നത്. എന്നാൽ ശരിക്കും അവർ സാക്രിഫൈസ് ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ഈ യൂണിവേഴ്സിന് ഇഷ്ടമല്ല. കാരണം അത് ശരിക്കും ത്യാഗമല്ല. നമുക്ക് സെൽഫ് ലവ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും നമ്മുടെ കാര്യം മാറ്റി വയ്ക്കുന്നത്. നമ്മളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന ആരുടെ കാര്യം? നമ്മുടെ കാര്യം തന്നെയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ നമ്മളിവിടെ നമ്മളുടെ ഒരു കാര്യം, ഇപ്പോൾ എന്താ പറയണത്, നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാനിരിക്കുന്നു, വിശക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്കും കൊടുക്കണം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ വിശന്നിരുന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ അതൊരിക്കലും ശരിയായൊരു കാര്യമല്ല. നമ്മൾ കഴിക്കണം, ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മളുടെ കാര്യം മാറ്റി വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്നല്ല പറയുന്നത്. നമ്മളുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക, അതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. നമ്മളോട് ഏഞ്ചൽ പറയുന്നത് ഇതാണ്. അടുത്ത നമ്മുടെ കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആണ്. നമുക്ക് പരസ്പരം മറ്റുള്ളവരുമായിട്ട് ബന്ധമുണ്ടാക്കാതെ നമുക്കൊരിക്കലും നല്ല ബന്ധങ്ങൾ ഉണ്ടാവില്ല. മറ്റുള്ള വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്തുമ്പോൾ, ഇപ്പോൾ അവരുമായിട്ട് നമ്മളിപ്പോൾ മറ്റുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തുന്നു, അപ്പോൾ അവരിൽ നിന്നും കണക്ട് ചെയ്ത് വീണ്ടും നമുക്ക് ബന്ധങ്ങളുണ്ടാവും, അല്ലേ? അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരുമായി നല്ല രീതിയിലൊക്കെ ബന്ധങ്ങൾ പുലർത്തുമ്പോൾ നമുക്ക് വീണ്ടും അതിൽ നിന്നും നല്ല ബന്ധങ്ങളെ കിട്ടും. അതാണ് പറയുന്നത്, നമ്മൾക്ക് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തണം. നമ്മളോട് ഏഞ്ചൽ നമുക്ക് തരുന്ന ഒരു രണ്ടാമത്തെ സന്ദേശമാണിത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മുൻകാലങ്ങളിലെ കാര്യങ്ങളിൽ നിരാശയോ വേദനകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഒരുപാട് വേദനകളും നിരാശകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. എന്നാൽ അതെല്ലാം തന്നെ മറന്നിട്ട് അതിനപ്പുറം നമുക്ക് ഉയരാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് ഇവിടെ നമ്മുടെ ഏഞ്ചൽ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അതും ഇതും ചിന്തിച്ച് നമ്മുടെ സമയം ഒന്നും കളയാതെ നമ്മൾ ഉയരങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. നമ്മൾ ഈ വേദനകളിലും അനുഭവങ്ങളിൽ നിന്നുമൊക്കെ ഒരു പാഠം പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അത് നമുക്ക് മനസ്സിലാക്കും. അത് മനസ്സിലാക്കുക. അതിനുശേഷം ഒരു പുതിയ തുടക്കത്തിന് സമയമായി. ഇവിടെ നമ്മൾ മറ്റുള്ളവരോട്, ഇപ്പോൾ നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഓരോ പാഠം പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് വേണം? നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത്
പോവുക. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. കാരണം നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു, അത് ഉൾക്കൊണ്ടു, എന്നിട്ട് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയും. ഇപ്പോൾ നമ്മളുടെ നെഗറ്റീവ് ഇമോഷനെ എല്ലാം നമുക്ക് അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. നമ്മൾ അല്ലാതെ മറ്റുള്ളവരോട് ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നമ്മുടെ ലക്ഷ്യത്തിലൊന്നും എത്താൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. നിരുപാധികം നമ്മൾ അവർക്ക് ക്ഷമ കൊടുക്കുമ്പോൾ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം വാഷ് ഔട്ടായി പോകും. ഇത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർന്നെഴുന്നേൽക്കാനുള്ള സമയമായി എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. മിക്ക ആളുകളുടെയും പ്രവൃത്തികളിൽ നിന്നും അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ മനോഭാവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള സമയമായി. ഇപ്പോൾ ഏതാണോ സിറ്റുവേഷൻ അതിനെ മറികടന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ എല്ലാം പ്രവൃത്തികളിൽ നിന്നും ശരിക്കും അവർക്ക് നിങ്ങളോട് എന്താണ് ഒരു ആറ്റിറ്റ്യൂഡ്, അവർ നിങ്ങളെ എങ്ങനെയാണ് കരുതുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഉയർന്ന ലക്ഷ്യബോധമുണ്ട്. ആ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യബോധത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യബോധം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അത്രയേറെ കഴിവുള്ളവരാണ് നിങ്ങൾ. അതാണ് നമ്മളുടെ ഈ കാർഡ് നമ്മളോടിവിടെ പറയുന്നത്. നിങ്ങളുടെ സ്വന്തം മാനദണ്ഡങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ വിജയം നിർണ്ണയിക്കപ്പെടുന്നു. നിങ്ങളുടെ സ്വന്തം മാനദണ്ഡങ്ങൾ കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ വാല്യൂസ് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വിജയം നിർണ്ണയിക്കപ്പെടുന്നത്. ഇപ്പോൾ സാമൂഹിക മാനദണ്ഡങ്ങൾ നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കരുത്. മറ്റൊന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നിനെയും അനുവദിച്ചു കൊടുക്കരുത്. നിങ്ങളുടെ അവബോധത്തിൻ്റെ ലെവലൊക്കെ കോൺസ്റ്റൻ്റായിട്ട് ഇൻക്രീസ് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും സക്സസിൻ്റെ പാതയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിച്ച് നിങ്ങളുടെ ലെവൽ ഉയരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അനുവദിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ കാർഡുകൾ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതായത് ശരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളിൽ തന്നെയാണ്, അല്ലേ? അതേപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കണം. നിങ്ങളൊരിക്കലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മളുടെ കാര്യങ്ങൾക്കാണ്. നിരാശയിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ പാഠങ്ങളും നമ്മൾ പഠിച്ച് അത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നും അടുത്ത അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇന്നർ ഫ്രീഡം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മറ്റുള്ളവരുടെ ട്രൂ ഇൻറ്റൻഷൻ തിരിച്ചറിയാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ. മറ്റുള്ളവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള സമയമാണിപ്പോൾ. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്വന്തം കഴിവിലും ലക്ഷ്യത്തിലും മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ സ്വന്തം നിബന്ധനകൾ സക്സസ്സിനെ ഡിഫൈൻ ചെയ്യും. നിങ്ങളുടെ വളരുന്ന ബോധത്തിലും ധാരണയിലും നിങ്ങൾ വിശ്വസിക്കുക. വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബോധത്തിലും നിങ്ങളുടെ ധാരണയിലും അതുപോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലും ഒക്കെ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണ് നമ്മളോട് ഈ കാർഡുകൾ പറയുന്നത്. എല്ലാത്തിലും ഉപരിയായി നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക.